ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ തുടങ്ങി ഒരു മെസ്സേജ് കഴിഞ്ഞു. മറിയയുടെ ജീവിതത്തിൽ സംഭവിച്ച വൻ കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. ദൈവം എപ്പോഴും ചില കാര്യങ്ങൾ ഒരു മൈൽ സ്റ്റോൺ പോലെ ചെയ്തിട്ട് അതിനെ ചൂണ്ടിക്കാണിച്ച് മറ്റുള്ളവരെ ബലപ്പെടുത്താറുണ്ട്. വേദപുസ്തക ചരിത്രം നോക്കിയാൽ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് പറഞ്ഞ് ദൈവം തന്നെ പരിചയപ്പെടുത്താറുണ്ട്. ദൈവിക അനുഭവം പ്രാപിച്ച ദൈവമക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയും പ്രവർത്തിക്കും, ഞാൻ ഇങ്ങനെയും പ്രവർത്തിക്കും, ഞാൻ അവരിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും അവരെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മറിയെ ദൈവം ബലപ്പെടുത്തുന്നത് തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അവിടെയും നടന്നത് ഒരസാധ്യമായ കാര്യമായിരുന്നു. നമുക്കിന്ന് ഈ ദിവസം എലിസബത്തിൻ്റെ ജീവിതത്തിൽ അസാധ്യമായ ദൈവം എന്താണ് സാധിപ്പിച്ചു കൊടുത്തതെന്ന് നമുക്ക് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ പ്രാവശ്യം മറിയെക്കുറിച്ച് ചിന്തിച്ചു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇതെങ്ങനെ സംഭവിക്കും? മറിയ ചോദിച്ചു, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഞാനൊരു കന്യകയാണ്, പിന്നെ ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും? ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ദൂതനിലൂടെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി നിൻ്റെ മേൽ നിഴലിടുമെന്ന്. എന്നിട്ട് പറയുകയാണ്, നിന്റെ ചാർച്ചക്കാരി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. മച്ചി പ്രസവിക്കുമോ? ഇല്ല. ലോകപ്രകാരം നോക്കിയാൽ, മെഡിക്കൽ ന്യൂസ് നോക്കിയാൽ പറയും മച്ചിയാണ്. ഇനി അത് മച്ചിയാണെന്ന് മനസ്സിലാക്കിയ കാലഘട്ടത്തിൽ ആ യൗവനപ്രായത്തിൽ ഒരുപക്ഷെ ചികിത്സകളോ മറ്റോ ചെയ്താൽ ഇന്നത്തെ കാലത്ത് അതിനെല്ലാം കുറച്ചൊക്കെ പ്രതിവിധി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമല്ല. എന്നാൽ അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ചികിത്സാവിധികളോ മറ്റോ ഉണ്ടോ എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ അതിനുള്ള സാധ്യതയും നഷ്ടപ്പെട്ടു, വാർദ്ധക്യത്തിലായി. കർത്താവിന് സ്തോത്രം. നമുക്ക് ഈ എലിസബത്തിൻ്റെ ജീവിതത്തിൽ നിത്യനായ ദൈവം ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ എലിസബത്ത് മച്ചിയാകൊണ്ട് അവൾക്ക് സന്തതിയില്ലാഞ്ഞു, ഇരുവരും വയസ്സ് എന്നവരുമായിരുന്നു. ആരാണവർ? കർത്താവിന് സ്തോത്രം. അബിയാക്കൂറിൽ സെഖര്യാവ് എന്നു പേരുള്ള പുരോഹിതൻ, അവൻ്റെ ഭാര്യയായ എലിസബത്ത് അഹറോൻ്റെ പുത്രിമാരിൽ ഒരാളായിരുന്നു. ഒരുപാട് പാരമ്പര്യം അല്ലേ? പൗരോഹിത്യത്തിൽ ശ്രേഷ്ഠനായി നിന്ന സെഖര്യാവ്, എന്നാൽ അഹറോൻ, ആ പൗരോഹിത്യത്തിൻ്റെ തുടക്കമായി ദൈവം നിയോഗിച്ച അഹറോൻ്റെ പുത്രിമാരിൽ ഒരാളായിരുന്നു എലിസബത്ത്. പാരമ്പര്യം കൊണ്ടൊന്നും അനുഗ്രഹം കിട്ടിയില്ല. ഇതൊരു വലിയ സത്യമാണ്. പാരമ്പര്യം നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുകയില്ല. പാരമ്പര്യമല്ല, ദൈവകൃപയാണ് നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത്. ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ മാന്യ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ പാരമ്പര്യമോ നമ്മുടെ സഭാ പാരമ്പര്യമോ നമ്മുടേതായ മറ്റേതെങ്കിലും ഒരു കാര്യമോ നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നില്ല എന്നുള്ളൊരു സത്യം ഇവിടെ വെളിവാകുന്നു. അവർക്കതുകൊണ്ട് അനുഗ്രഹം കിട്ടുമായിരുന്നെങ്കിൽ അവർക്കായിരുന്നു ആദ്യം കിട്ടേണ്ടത്. ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സെഖര്യാവ് എന്നു പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹറോൻ്റെ പുത്രിമാരിൽ ഒരാളായിരുന്നു അവൾക്ക് എലിസബത്ത് എന്ന് പേർ. സാധ്യത നഷ്ടപ്പെട്ടു. സാധ്യത ഉണ്ടെന്നാണ് പ്രതീക്ഷിച്ചത്. കാരണം സെഖര്യാവിൻ്റെയും എലിസബത്തിൻ്റെയും വിവാഹം കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു, അനുഗ്രഹിക്കപ്പെട്ട ദമ്പതികൾ, നല്ല പാരമ്പര്യം, ഒരാൾ പുരോഹിതൻ, ഒരാൾ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ്റെ മകൾ, തീർച്ചയായും അനുഗ്രഹം വരുമെന്നാണ് ജനം വിചാരിച്ചത്, അവരും വിചാരിച്ചത്. എന്നാൽ സാഹചര്യം മറിച്ചായിരുന്നു. കർത്താവിന് സ്തോത്രം. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ജീവുള്ള ദൈവം നോട്ട് ചെയ്ത മറ്റൊരു കാര്യം 6-ാം വാക്യത്തിലുണ്ട്.
ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. അതവരുടെ ഒരു ക്വാളിറ്റിയാണ്. പാരമ്പര്യമല്ല ക്വാളിറ്റി, സ്വഭാവത്തിലുള്ള മാറ്റമാണ് ക്വാളിറ്റി. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം, അതാണ് ക്വാളിറ്റി. ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞു, ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ്, എവറിതിങ് ഈസ് ലോസ്റ്റ്. പണം പോയാൽ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം, നത്തിങ്, ഭാരപ്പെടേണ്ട. ആരോഗ്യം പോയാൽ കുറച്ച് ശ്രദ്ധിക്കണം, കുറച്ച് കാര്യമുണ്ട്, എങ്കിലും ചികിത്സിച്ചൊക്കെ ശരിയാക്കാം, ദൈവം സഹായിക്കും. എന്നാൽ സ്വഭാവം പോയാലോ, എല്ലാം പോയി. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്ന സ്വഭാവമായിരുന്നു അവരുടേത്. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം നടക്കണമെങ്കിൽ, ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ നടക്കണമെങ്കിൽ, ഏറ്റവും അനുയോജ്യമായ ദൈവസന്നിധിയിലുള്ള കാര്യം നമ്മുടെ സ്വഭാവത്തിലുള്ള മാറ്റമാണ്. ദൈവിക സ്വഭാവത്തോട് അനുരൂപരായി നാം തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം? സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നു. ഇങ്ങോട്ട് കിട്ടണമെന്നല്ല, അങ്ങോട്ട് കൊടുക്കണമെന്നുള്ള ചിന്താഗതി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതാണ് പഠിപ്പിച്ചത്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. സ്തോത്രം. ഇങ്ങനെയുള്ള ദൈവിക സ്വഭാവങ്ങൾ എത്രത്തോളം ദൈവം ഉയർത്തിയാലും എളിമപ്പെടുന്ന, എല്ലാം കുറവെന്നോർക്കുന്ന ആ എളിമ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അനുഗ്രഹത്തിന് സാധ്യതയുണ്ടെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. എന്താണ് സംഭവിച്ചത്? കർത്താവിന് സ്തോത്രം, അവർക്ക് സന്ധ്യതയില്ലാഞ്ഞു. ഇരുവരും വയസ്സ് എന്നവരുമായിരുന്നു, വൃദ്ധരായിരുന്നു, സാധ്യതകളെല്ലാം മങ്ങി. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ അസാധ്യമെന്നൊരു വാക്കില്ല. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, പ്രായമധികമായാലും വയസ്സ് എന്നാലും ജരാനരകൾ ബാധിച്ചാലും ശരീരം ചുക്കിച്ചൊളിഞ്ഞു തുടങ്ങിയാലും സാധ്യതകളെല്ലാം അസ്തമിച്ചാലും പ്രതീക്ഷ തരുന്നൊരു ദൈവമുണ്ട്. പാട്ടുകാരൻ പാടി, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിയിടുമ്പോൾ. അതെ, സാധ്യതകൾ അസ്തമിക്കുമ്പോൾ സഹായം ചെയ്യുമെന്ന് കരുതിയവര് അവരെല്ലാം സഹായഹസ്തം വലിച്ചപ്പോൾ സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകും. അത് കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. എൻ്റെ പ്രിയരെ, ഈ ഭൂമിയിലെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും യേശുവില്ലെങ്കിൽ എല്ലാം പൂജ്യമാണ്. എന്നാൽ ഈ ഭൂമിയിൽ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും യേശു കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. യേശു എല്ലാത്തിൻ്റെയും നിറവാണ്, എല്ലാ അനുഗ്രഹങ്ങളുടെയും കേന്ദ്രം യേശുവാണ്. അങ്ങനെ ഈ ദമ്പതികൾ മുന്നോട്ട് പോകുമ്പോൾ 8-ാം വാക്യം, സഖരിയാവ് കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വീണു. ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ധൂപം കാട്ടുന്ന ആഴിയിൽ ജനമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ജനം പ്രാർത്ഥിക്കുകയാണ്. സഖരിയാവും എലിസബത്തും പ്രാർത്ഥിച്ചു കാണും. തീർച്ചയായും പ്രാർത്ഥിച്ചാൽ പ്രതിഫലമുണ്ട്. പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. പ്രാർത്ഥിച്ചാൽ അസാധ്യ കാര്യങ്ങൾ സാധ്യമാകും. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. ദൈവിക പ്രത്യക്ഷത. കർത്താവിന് സ്തോത്രം. കർത്താവ് പ്രത്യക്ഷനായി. എന്നിട്ട് പറയുകയാണ്, സഖരിയാവ് അവനെ കണ്ടു ഭ്രമിച്ചു. ദൂതൻ അവനോട് പറഞ്ഞത്, സഖരിയാവേ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഈ ഒരു കാര്യം ദൈവജനത്തെ അടിവരിയിട്ട് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സാധ്യതകളില്ലെങ്കിലും പ്രാർത്ഥിക്കുക, സാഹചര്യങ്ങളില്ലെങ്കിലും പ്രാർത്ഥിക്കുക, സാഹചര്യം പ്രതികൂലമാണെങ്കിലും പ്രാർത്ഥിക്കുക. വലിയ കടബാധ്യത, വലിയ രോഗം, വലിയ പ്രതിസന്ധി, വലിയ ഞെരുക്കം, ആത്മീയമായി മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയും കാണുന്നില്ല. വലിയ പ്രതിസന്ധികൾ, ആത്മീയമായും ഭൗതികമായും അനേകം പ്രതിസന്ധികളിലൂടെ പോകുന്ന ദൈവജനമേ, നിങ്ങൾ മടുത്തുപോകാതെ പ്രാർത്ഥിക്കൂ, മുട്ടിപ്പോകാതെ പ്രാർത്ഥിക്കൂ, ക്ഷമയോടെ പ്രാർത്ഥിക്കൂ, കാത്തിരുന്ന് പ്രാർത്ഥിക്കൂ, എളിമയോടെ പ്രാർത്ഥിക്കൂ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. ലഭിച്ചു എന്ന് കഴിഞ്ഞു പ്രാർത്ഥിക്കൂ. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും.
കർത്താവിന് സ്തോത്രം. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. യോഹന്നാൻ സ്നാപകൻ്റെ മാതാവും പിതാവുമാകാനുള്ള ഭാഗ്യമാണ് എലിസബത്തിനും സക്കറിയ പുരോഹിതനും കർത്താവ് നൽകിയത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്രമല്ല, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനത്തിങ്കിൽ പലരും സന്തോഷിക്കും. അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകുമ്പോൾ നമുക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവം എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ നിരാശപ്പെട്ട് വലഞ്ഞ് തളർന്ന് പ്രാർത്ഥനയും ഇനി മടുത്തു, പ്രാർത്ഥിക്കേണ്ട, ഇനി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചല്ലോ, ഒത്തിരി ഉപസിച്ചല്ലോ, പലതും ചെയ്തല്ലോ, എന്നിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഇല്ലല്ലോ എന്ന് ചോദിച്ച് തളർന്നും തകർന്നും വാടിയും ക്ഷീണിച്ചുമിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥന മുടക്കരുത്. ദർശനത്തിന് ഒരു സമയം വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വരും നിശ്ചയം. വൈകിയാലും നീ അതിനായി കാത്തിരിക്കുക. അതാണ് ദൈവത്തിൻ്റെ വചനം. നാം കാത്തിരിക്കുക, വിശ്വസിക്കുക, കർത്താവ് മറുപടി തരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. സാധ്യതയില്ല, പക്ഷെ ഗർഭം ധരിച്ചു. മനുഷ്യരിടയിൽ എനിക്കുണ്ടായിരുന്നു നിന്ന് നിൽക്കുവാൻ കർത്താവിനെ കടാഴ്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. കാരണം പ്രായമായ ഒരു വെല്ലുമ്മച്ചി ഗർഭിണിയായിരിക്കുന്നു. എന്തൊരു അത്ഭുതമാണത്! ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. 5 മാസം ഒളിപ്പിച്ച് പാർത്തു. അങ്ങനെയാണ് യോഹന്നാൻ സ്നാപകൻ ഉണ്ടായത്. ഞാൻ പറഞ്ഞത്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. കാലം കഴിഞ്ഞുവെന്നും സമയം തീർന്നുവെന്നും എൻ്റെ നല്ല കാലമെല്ലാം പോയി, എനിക്ക് വാർദ്ധക്യമായി, എൻ്റെ ചെറുപ്പകാലങ്ങളെല്ലാം പോയി, എനിക്ക് സന്തോഷം അനുഭവിക്കേണ്ട കാലമെല്ലാം പോയല്ലോ, എൻ്റെ കാലങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി, എൻ്റെ കാലങ്ങളെല്ലാം തീർന്നുപോയി, ഇനി എനിക്ക് നല്ല ഭാവി ലഭിക്കുമോ എന്നോർത്ത് നിരാശപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുന്ന ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, കാലം തീർന്നിട്ടില്ല, സമയം തീർന്നു പോയിട്ടില്ല. നിൻ്റെ വായിൽ ചിരിയും നിനക്ക് ആനന്ദഘോഷവും തരാൻ ദൈവം ജീവിക്കുന്നു മകനെ. പ്രിയമകളെ, ഇനിയും നിനക്ക് ആനന്ദത്തിൻ്റെ കാലങ്ങൾ ദൈവം തരും. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. അങ്ങനെ യോഹന്നാൻ സ്നാപകൻ ജന്മം കൊണ്ടു. എന്നാൽ ഈ ഗർഭിണിയായ എലിസബത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറിയയെ ഉറപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില നന്മകൾ തരുമ്പോൾ അത് മറ്റുള്ളവരെ ഉറപ്പിക്കുന്ന സാക്ഷ്യമായി തീരുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായും ഭൗതികമായും ചില നന്മകളും ഉയർച്ചകളും വളർച്ചകളും തരുമ്പോൾ അത് നമ്മുടെ മഹത്വത്തിനല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിന്. ദൈവത്തിന് അത് ചൂണ്ടിക്കാണിച്ചിട്ട് വേണം മറ്റുള്ളവരെ കൃപയിലേക്ക് ആകർഷിക്കാൻ. അതാണ് സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, അതാണ് സാക്ഷി ജീവിതം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങളെൻ്റെ സാക്ഷികളാകണമെന്ന്. യേശുവിൻ്റെ സാക്ഷികളാകുക, യേശുവിൻ്റെ വേല ചെയ്യുക, യേശുവിനെ ഉയർത്തുക, അത്യുന്നതനായ ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ പറയുക. അത് മറ്റുള്ളവർക്ക് വിശ്വാസത്തിനും ഉറയ്ക്കുന്നതിനും അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറയ്ക്കുന്നതിനും അവർക്കിടയാകും. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ സാക്ഷികളായി നമുക്ക് നിൽക്കാം. ദൈവം ചൂണ്ടിക്കാണിക്കുന്ന ദൈവത്തെ ചൂണ്ടിക്കാണിക്കുന്ന ചൂണ്ടുവലകളായി നമുക്ക് നിൽക്കാം. മാത്രമല്ല, ദൈവം നമ്മെയും ചൂണ്ടിക്കാണിക്കും. ദൈവം നമ്മെയും പറയും, ആ ആളെ നോക്ക്, ഇന്നയാളെ നോക്ക്, അവന് ഞാൻ അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ നിന്നിലൊരു അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ദൈവവും നമ്മെ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ നമുക്ക് ദൈവം നമ്മെ ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ പ്രാപിച്ചവരായി നമുക്ക് ഈ തലമുറയിൽ നിൽക്കാം. അതിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളേവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. വിശ്വസിക്കാം. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.